സർക്കാരും CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവുമാകട്ടെ ഈ രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ നിന്ന് ഒഴിയണമെന്നുള്ള ആവശ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായി നിൽക്കുകയാണ്. അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു അർത്ഥത്തിൽ CPM-ലേക്ക് കൂടുതൽ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ CPM ആണ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? CPM തന്നെയാണ്. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കാണ് ഈ അടുത്ത ചോദ്യം ചെയ്യൽ പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അതിന് മറ്റൊരു തർക്കവും പറയാനില്ല. കാരണം ഇപ്പോൾ എൻ വാസു കസ്റ്റഡിയിലായി, എൻ വാസുവിൻ്റെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നു, എൻ വാസു പ്രതിയായിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ശങ്കരദാസ് നൽകിയ മൊഴിയൊക്കെ വളരെ കൗതുകകരമാണ്. അതായത് ഉദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾ അങ്ങ് അംഗീകരിച്ചു, ഞങ്ങൾക്ക് മറ്റൊരു സാമ്പത്തിക ലാഭവും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ഒരു ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്ത് കൊണ്ടിരിക്കുന്ന ആളുകൾ നൽകുന്ന മറുപടിയാണ് ശ്യാം. ഞങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നതില്ല, ഞങ്ങൾ അങ്ങ് അനുസരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. ശ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന ആളുകളുടെ മറുപടി തങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് മാത്രം മുന്നോട്ട് പോയവരാണ് എന്നുള്ളതാണ്. അത്തരം ബാലിശമായ മറുപടികളൊന്നും കൊണ്ട് ഇത് തീരില്ല എന്നുള്ളത് നമുക്കറിയാം. അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് A. പത്മകുമാറിലേക്ക് ചോദ്യമുന എത്തുമ്പോഴാണ്. പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോടുകൂടി ഈ പറയുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ എത്തുന്നതോടുകൂടി CPM സർവ്വ രീതിയിലും പ്രതിരോധത്തിലാകും. അന്ന് പത്മകുമാറൊക്കെ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയവരെല്ലാം ഇപ്പോൾ അയ്യൻ്റെ സ്വർണം കവർന്ന കേസിൽ പ്രതികളാകുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടാളികളായോ ഒക്കെയുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകളിലേക്കും കണ്ടെത്തലുകളിലേക്കും അന്വേഷണ സംഘം എത്തുകയാണ് എന്നുള്ളതാണ്. അന്ന് ശബരിമലയിൽ ഈ പറഞ്ഞ പ്രവർത്തികൾക്കെല്ലാം ചുക്കാൻ പിടിച്ചവർ ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നൊന്നായി പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ചോദ്യമുനയിലേക്ക് എത്തുന്നതോടുകൂടി കാര്യങ്ങൾ പൂർണ്ണമാകും. പ്രജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. കാരണം പണ്ടൊരിക്കൽ നമ്മുടെ സർക്കാരിലെ IT വകുപ്പിൽ ഒരു ഗുരുതരമായ സ്പ്രിംഗ്ലർ ആരോപണം ഉയർന്നു, അഴിമതി ആരോപണം ഉയർന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ആ അഴിമതി ആരോപണം ഉയർത്തിയത്. ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് IT മന്ത്രിയോട് പോയി ചോദിക്കുമെന്ന്. യഥാർത്ഥത്തിൽ ആ വകുപ്പ് കൂടി നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞൊരു മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കുള്ളത്. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തത്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഈ ദേവസ്വം ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്തുണ്ട് പറയാൻ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു.